തുടക്കത്തിൽ കാണിക്കുന്നത് അനിരുദ്ധ് പോഞ്ചിത്തോട് പറയാണ് നീയെ എല്ലാ പ്രശ്നങ്ങളും ഡോക്ടറോട് തുറന്ന് പറയും എന്നാലും ഡോക്ടർക്ക് മരുന്ന് എഴുതാൻ പറ്റുള്ളൂ എന്നൊക്കെ അങ്ങനെ അനിരുദ്ധ് പോഞ്ചിത്തോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറയാണ് ഏയ് വേണ്ട ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഞാൻ എന്തായാലും ഈ കുട്ടീനെ നോക്കാൻ പോടില്ല, എന്തായാലും ഈ കുട്ടിയുടെ ഈ അസുഖത്തിന് ഞാൻ എന്തായാലും ഇവളെ ശുശ്രൂഷിക്കില്ല എന്നിങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട്. ാണ് ആ ഭാഗം കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അനിരുദ്ധ് ആ ബോന്തിത്തേനെ വിളിക്കാൻ വേണ്ടി പുറത്ത് പോയില്ല. അപ്പോൾ ആ ടൈമിൽ മുൻഷി കയറി വന്നിട്ട് ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഇത് നടക്കാൻ പാടില്ല, ബോന്തിത്തേനെ ഒരിക്കലും ശുശ്രൂഷിക്കാൻ പാടില്ല, എന്നാൽ നിങ്ങളുടെ ക്ലിനിക്ക് തന്നെ പൊളിച്ച് കളയും എന്നൊക്കെ പറഞ്ഞിട്ട് ബിനോയ് കൊടുത്ത ആ വിദേശ ഒരു മദ്യം അങ്ങനെ ആൾക്ക് കൊടുക്കുന്നുണ്ട് ഗിഫ്റ്റായിട്ട്. അപ്പോൾ ഡോക്ടർ ആദ്യം പറയും ഞാനിത് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും പറയുമ്പോൾ നിങ്ങളുടെ ക്ലിനിക്കൊക്കെ പൊളിക്കുമെന്ന് പറയാണ്. അപ്പോൾ ആ ഡോക്ടർ പേടിച്ചിട്ടാണ് അനിരുദ്ധിനോട് ബോന്തിത്തേനെ ശുശ്രൂഷിക്കില്ല എന്നൊക്കെ പറയുന്നത്. അനിരുദ്ധ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. കാരണം എന്താണെന്നറിയില്ലല്ലോ, അവന് എന്താ റീസൺ എന്നറിയില്ല. അപ്പോൾ അവന് ഡോക്ടറോട് പറയുന്നുണ്ട് ഡോക്ടറെല്ലാം കുറച്ച് നേരം മുമ്പ് പറഞ്ഞ് എനിക്ക് ബോന്തിത്തേനെ വിളിച്ചിട്ട് വരാൻ, എന്നാലല്ലേ മരുന്ന് എഴുതാൻ പറ്റും എന്നൊക്കെയല്ലേ ഡോക്ടർ പറഞ്ഞത്, പിന്നെ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നത് നിങ്ങളോടല്ലേ പോകാൻ പറഞ്ഞ്, എനിക്ക് നോക്കാൻ പറ്റില്ല ഈ കുട്ടീനെ എന്ന് ഡോക്ടർ പിന്നെയും പറയാണ്. അപ്പോൾ അനിരുദ്ധ് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാവും അവിടെ അച്ഛൻ കൊടുത്ത മദ്യമില്ലേ, ഡോക്ടർക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്ത മദ്യം അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അപ്പോൾ അനിരുദ്ധിന് മനസ്സിലാവണത് അച്ഛൻ്റെ മദ്യത്തിൻ്റെ കുപ്പിയിൽ, പിന്നെ ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് അവനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോഴാണ് അവന് മനസ്സിലാവുക അത് ശരിക്കും അച്ഛൻ്റെ കളിയാണ്, ബോന്തിത്തേനെ ഡോക്ടറെ കാണിക്കാണ്ടിരിക്കാനുള്ള കളിയാണെന്ന് അവന് മനസ്സിലാവും. അപ്പോൾ ഡോക്ടറോട് അവൻ നന്നായിട്ട് ചൂടാവുന്നുണ്ട്. എത്ര പൈസ വേണമെങ്കിലും ഞാൻ തരില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ പൈസ ഒക്കെ എടുത്തിട്ട് അവിടെ ഇടുന്നുണ്ട്. എന്നിട്ട് പറയാണ് ഇത്ര പൈസ വേണമെങ്കിലും ഞാൻ തരാം, ബോന്തിത്തേനെ നോക്കാൻ വേണ്ടി പറയുമ്പോൾ അപ്പോഴും ഡോക്ടർ പറയാണ് ഞാൻ എന്തായാലും നോക്കാൻ പോകണില്ല, നിങ്ങൾ ഇവിടുന്ന് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബോന്തിത്തൊക്കെയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് സന്തോഷമാവുകയാണ്. കാരണം എല്ലാവരുടെ മുമ്പിൽ അവൾ നാണം കെട്ടേണ്ടിയൊന്നും വന്നില്ലല്ലോ. അപ്പോൾ അവൾ ആകെ ചിരിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അവൻ ബോന്തിത്ത് എണീറ്റ് പുറത്തേക്ക് പോവാണ്. എന്നിട്ട് ബോന്തിത്ത് അവനോട് ചോദിക്കുന്നുണ്ട് പുറത്തെത്തിയിട്ട്, അല്ല ഡോക്ടർ എന്താ ഒന്നും പറയാൻ, ഞാൻ എന്തൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറോട്, നിങ്ങളല്ലേ പറഞ്ഞ എല്ലാം തുറന്ന് പറയണം, എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഡോക്ടറോട് തുറന്ന് പറയണമെന്ന് ഞാനൊക്കെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ പറയേണ്ടത്, എന്നിട്ട് ഡോക്ടർ എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് അവനോട് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ദേഷ്യത്തിൽ ഇങ്ങനെ അത് നടന്നില്ലല്ലോ, അവർ വന്ന കാര്യം നടന്നില്ല, ഡോക്ടറെ കാണിക്കാൻ പറ്റിയില്ല ബോന്തിത്താൻ. അപ്പോൾ അതുകൊണ്ട് അവൻ ആകെ ദേഷ്യത്തിലാണ് നിൽക്കുന്നത്. ബോന്തിത്ത് പറയാണ് നിങ്ങൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടില്ലേ എന്ന് അവനോട് ചോദിക്കും. അപ്പോൾ അവൻ പറയണേ എനിക്ക് ദേഷ്യമൊന്നും വരുന്നില്ല എന്ന് പറയുമ്പോൾ അവൾ പറയാണ് നിങ്ങളുടെ മുഖത്ത് ദേഷ്യം ഉണ്ടല്ലോ, ഒരു രസമില്ല കാണാൻ, നിങ്ങൾ ചിരിച്ചിട്ടാണ് ഭംഗി, ഒരു രസമില്ല ഈ ദേഷ്യമൊന്നും കാണാൻ, പിന്നെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ദേഷ്യപ്പെടുന്ന ഒരു പൊട്ടന്മാരെ പോലെയാണ് എന്നൊക്കെ അവളിങ്ങനെ അവനോട് പറയണം. അപ്പോൾ അവനാണെങ്കിൽ ദേഷ്യം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ അവൻ ഇങ്ങനെ ബോന്തിത്താനോട് ഇങ്ങനെ ചൂടായിട്ട് പറയുന്നുണ്ട് നീ എന്താ തമാശ പറയണത്, ഇതിപ്പോൾ നമ്മളെന്താ ഗെയിമിൽ ജയിച്ചിട്ട് വന്നേക്കാണോ, അല്ലല്ലോ, ഇപ്പോൾ നമ്മൾ വന്ന കാര്യം നടന്നില്ല, പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇതെന്താ തമാശയാണെന്നാണ് നീ വിചാരിച്ചേക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവൾ പറയാണ് നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടേ അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് ദേഷ്യം വരുന്നില്ല ബോന്തിത്താന്ന് അവൻ പറയട്ടെ. അപ്പോൾ പിന്നെ അവൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടേ അല്ലേ എനിക്കറിയാമെന്ന് പറയും. അപ്പോൾ അവൻ പറയുകയാണേ എനിക്ക് ദേഷ്യം വരുന്നില്ല ബോന്തിത്താന്ന് അങ്ങനെ എന്താ ദേഷ്യം കടിച്ച് പിടിച്ചിട്ട് പറയണം. അപ്പോൾ വീണ്ടും അവളിങ്ങനെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അവൻ പറയും എനിക്ക് ദേഷ്യം വരുന്നില്ല. ബോന്തിത്ത് പറയാണ് നിങ്ങൾക്ക് ദേഷ്യം വരുന്നില്ലേ എന്നിങ്ങനെ അവനാക്കിയിട്ട് ചോദിക്കുമ്പോൾ അവൻ പറയണ ദേഷ്യം വരുന്നുണ്ട് എന്ന് പെട്ടെന്ന് ഇങ്ങനെ അവൻ പറയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ബോന്തിത്ത് നന്നായിട്ട് നിന്ന് ചിരിക്കുന്നുണ്ട്. പിന്നെ അവർ വീട്ടിലേക്ക് പോകാനാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ബോന്തിത്ത് ചോദിക്കുകയാണ് ഞാൻ എന്തായാലും സൗദാമിനി ചേച്ചിയുടെ അടുത്തേക്ക് പോട്ടെ എന്ന് അനിരുദ്ധിനോട് അനുവാദം ചോദിക്കുമ്പോൾ അനിരുദ്ധ് പറയാൻ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവളപ്പോൾ സൗദാമിനിയുടെ അടുത്തേക്ക് പോവാണ്. അനിരുദ്ധൻ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. പിന്നെ അനിരുദ്ധിൻ്റെ അച്ഛനെയാണ് കാണിക്കുന്നത്. അനിരുദ്ധിൻ്റെ അച്ഛൻ ബിഹാരിയോട് പറയാണ് നീ പോയിട്ട് ബോന്തിത്തയുടെ സാധനങ്ങളൊക്കെ അവിടുന്ന് മാറ്റണം, അവളെന്തായാലും വീട്ടിലേക്ക് പോകുമെന്ന് അച്ഛനിങ്ങനെ ഉറപ്പിച്ച് പറയാണ്. കാരണം അച്ഛൻ അതിനുള്ള പരിപാടിയൊക്കെ ചെയ്തു വെച്ചിട്ടില്ല, ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി സമ്മതിച്ചില്ലല്ലോ. അപ്പോൾ അവൾ എന്തായാലും 2 ദിവസത്തിനുള്ളിൽ അവളെ വീട്ടിലേക്ക് പോകുന്ന അച്ഛനെ ഉറപ്പിച്ചേക്കാണ്. പറയാണ് അവളുടെ ഓർമ്മകളൊന്നും ഈ വീട്ടിൽ അവശേഷിക്കാൻ പോലും പാടില്ല, അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്താവണം എന്നിങ്ങനെ അച്ഛൻ പറയുന്ന സമയത്താണ് അനിരുദ്ധ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ അനിരുദ്ധ് വന്നിട്ട് അച്ഛനോട് നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ദേഷ്യപ്പെടുമ്പോൾ ത്രിലോചൻ ചോദിക്കുകയാണ് നീ എന്താ നിൻ്റെ അച്ഛനെ അന്ന് ഒരു വിചാരമില്ലേ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് പറയുമ്പോൾ അനിരുദ്ധ് പറയാണ് ആൾ ചെയ്ത കാര്യം നിങ്ങൾക്ക് എന്താണെന്നറിയോ, ആൾ എന്താ അപരാധമാണ് ചെയ്തതെന്ന് അറിയുമോ എന്നിങ്ങനെ ത്രിലോചനോട് ചോദിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാണ് എൻ്റെ ബോന്തിത്തേനെ ഡോക്ടറെ കാണിക്കാൻ ആൾ സമ്മതിച്ചില്ല, ആളുടെ പൈസ കൊണ്ട് ഡോക്ടറിനെ ആൾ കയ്യിലെടുത്തു, അപ്പോൾ ഡോക്ടർ അതിന് സമ്മതിച്ചില്ല എന്ന് ത്രിലോചനോട് പറയുന്നുണ്ട്. അപ്പോൾ ത്രിലോചൻ എണിച്ചിട്ട് പറയാണ് നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്, നിൻ്റെ ബോന്തിയുടെയൊക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ്, നമ്മളുടെ കുടുംബത്തിൻ്റെ മാനം കാക്കാനാണ്, എല്ലാവരും ഇതൊക്കെ അറിഞ്ഞാൽ ആകെ നമ്മൾക്കൊക്കെ നാണക്കേടാണ്, റോയ് ചൗധരി ഫാമിലിക്ക് തന്നെ നാണക്കേടാണെന്നൊക്കെ ത്രിലോചൻ പറയുമ്പോൾ
അനിരുദ്ധ് പറയാണ് ഇതിൽ എൻ്റെ മോന്തയുടെ എന്ത് നല്ലതാണുള്ളത്, അവളുടെ സ്വഭാവം മാറാൻ വേണ്ടി പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ ഞാൻ ഈ വെല്ലുവിളി ഏറ്റെടുത്തതിൽ അച്ഛന് ഞാൻ തോക്കുകയാണ് വേണ്ടത്, അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അവൻ പറയുന്നുണ്ട്. നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്, അച്ഛനോട് നന്നായിട്ട് കയർത്ത് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നമ്മളൊരു മനുഷ്യനായിട്ട് കൂടി ഒരു മനുഷ്യത്വം പോലും ഇല്ലാണ്ടി വരികയാണ് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ഇരിക്കണ ഒരു ഗ്ലാസ് കൈ കൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗ്ലാസ്സിലത്തെ ചില്ല് കൊണ്ടിട്ട് അവൻ്റെ കൈ നന്നായിട്ട് മുറിഞ്ഞിട്ട് രക്തം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ത്രിലോചന അത് കണ്ടിട്ട് ഓടി വന്നിട്ട് പറയുന്നുണ്ട് മോനെ നീ പോയിട്ട് മരുന്ന് വരട്ട്, ഇല്ലേൻ്റെ അതിൽ നിന്ന് എത്ര രക്തം വരുന്നുണ്ട്, നീ പോയിട്ട് മരുന്ന് വരട്ടെ എന്ന് ത്രിലോചൻ പറയുന്നുണ്ട്. അപ്പോൾ ത്രിലോചൻ എന്ന് വെച്ചാൽ അനിരുദ്ധിന് ജീവനാണ്, അച്ഛനേക്കാൾ ഇഷ്ടം ത്രിലോചന് അനിരുദ്ധിനോടുണ്ട്. അപ്പോൾ അച്ഛൻ ഇത് കണ്ടിട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട് ഞാൻ വേദനിക്കാനല്ല നീ ഇപ്പോൾ ചെയ്തത്, നിനക്ക് വേദനിച്ചാൽ എനിക്ക് വേദനിക്കുന്ന നിനക്കറിയാം, അതുകൊണ്ടാണ് നീ ഇപ്പോൾ ഇങ്ങനെ ചെയ്തതെന്ന് ഞാൻ അനിരുദ്ധിനോട് പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് പറയുന്നുണ്ട് അച്ഛനും വാശിയാണെങ്കിൽ എനിക്കും വാശിയാണ്, എൻ്റെ ബോൾട്ടയുടെ അസുഖം മാറിയില്ലല്ലോ, അപ്പോൾ എൻ്റെ മാറണ്ട, ഞാനും ഇതിൽ മരുന്ന് വരട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവൻ്റെ ഭാഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ബോന്തിത സൗദാമിൻ്റെ അടുത്ത് നിന്നിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനാണ് കാണിക്കുന്നത്. അവൾ ഡോക്ടറെ അടുത്തേക്ക് പോയപ്പോൾ ഡോക്ടർ അവരെ തിരിച്ചയച്ചു, അവളെ ശുശ്രൂഷിക്കാൻ തയ്യാറായില്ല എന്നൊക്കെ സൗദാമിനോട് പറയുമ്പോൾ സൗദാമിനെ ആകെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൾ മനസ്സിൽ പറയുന്നുണ്ട് ബോന്തിത്തേനെ എന്തായാലും അവൾ വീട്ടിൽ നിന്ന് പുറത്താക്കും, അനിരുദ്ധ് അവളുടെ മാത്രമാണെന്നൊക്കെ അവൾ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. അമ്പൂനാണ് കാണിക്കുന്നത്. അവൾ സൗരഭിൻ്റെ അമ്മോട് പറയാണ് ഇനി വീട്ടിൽ പുറത്തിറങ്ങിയാലല്ലേ എനിക്ക് ആ മാല വെക്കാൻ പറ്റുള്ളൂ, എന്നാലും എല്ലാ ആടുകളെ കൊടുക്കാൻ പറ്റുള്ളൂ എന്നിങ്ങനെ അമ്മോട് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് അമ്മ എന്തിനാ അതൊക്കെ സഹിച്ചിട്ട് ഇവിടെ നിൽക്കുന്നത്, ഈ രണ്ടാനമ്മയുടെ ഉപദ്രവം സഹിച്ചിട്ട് എന്തിനാ അമ്മ ഇവിടെ നിൽക്കണമെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയാണ് ഈ വീട് അവളുടെ പേരിലാണ്, അവളുടെ അച്ഛൻ കൊടുത്തതാണ് അവൾക്ക്, അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ ഇവിടെ നിന്നേ പറ്റുള്ളൂ, നമ്മൾ വേറെ എവിടുക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കൊണ്ടാണ് ഞാനിതൊക്കെ സഹിച്ച് നിൽക്കണമെന്ന് അവളോട് ആ അമ്മ പറയുന്നുണ്ട്. അമ്മ പറയാണ് നിന്നെ സൗരഭിന് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ സമ്പൂർണ്ണ പറയുന്നുണ്ട് വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നെ സമാധാനിപ്പിക്കാനല്ല അമ്മ അങ്ങനെ പറയണമെന്ന് പറയുമ്പോൾ അല്ല നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് അവിടുന്ന് സൗരഭ് വരുന്നുണ്ടാവുക. അപ്പോൾ നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടുത്തെ ആ സാരി അങ്ങനെ മാറ്റുമ്പോൾ വെയിൽ അവിടെ മുഖത്തൊക്കെ അടിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അമ്മ അവിടുന്ന് പോകുന്നുണ്ട്. സൗരഭ് അവളുടെ അടുത്ത് വന്നിട്ട് അവളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ആ സാരിയെ നീക്കി കൊടുക്കുമ്പോൾ ആ വെയിൽ അവിടുത്തെ പോകുവാണ്. അപ്പോൾ അവൾക്ക് മനസ്സിലാവാണ് അവൻ എന്താ അവളോട് ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ടെന്ന്. സൗരഭ് അവളോട് എന്തോ പറയാൻ വരുമ്പോൾ അപ്പോൾ അവിടേക്ക് ആ രണ്ടാനമ്മ വരികയാണ്. അപ്പോൾ അവന് ചമ്മലോണ്ട് അത് പറയുന്നില്ല. അപ്പോൾ അത് അങ്ങനെ ആ സീനോടെ കട്ടാവാണ്. പിന്നെ കാണിക്കുന്നത് ഇതിനെയാണ് അവൻ അച്ഛനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ അങ്ങനെ അച്ഛനോട് ചൂടായിട്ട് പറയുന്നുണ്ട് ഈ ചെറിയ കുട്ടിയുടെ ഈ പ്രശ്നത്തിനേക്കാൾ വലുതാണല്ലേ നിങ്ങളുടെ വിജയ, നിങ്ങളെന്തോ ഒരു മനുഷ്യത്തില്ലാത്തെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനോട് നന്നായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് അവൻ. ആ സമയത്താണ് അവിടേക്ക് ബോന്തിത വരുന്നത്. അപ്പോൾ ബോന്തിത അനിരുദ്ധിൻ്റെ കൈമത്ത ആ ചോര ഒലിക്കുന്നൊക്കെ കാണണം. അപ്പോൾ ആകെ ഇങ്ങനെ പേടിച്ചിട്ട് ഞെട്ടിയിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് പതിയാവുന്ന കൈമ ചോര ഒലിക്കുന്നുണ്ടല്ലോ, എന്തായാലും മരുന്നൊന്നും വെക്കാതെ അവളിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്നിട്ട് മരുന്നൊന്നും വെക്കാതെ പോവാണ്, സ്റ്റഡി റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധിൻ്റെ അച്ഛന് അവളോട് പറയാണ് നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, നിൻ്റെ ഭർത്താവ് പോയത് കണ്ടില്ല, അവളുടെ കൈമ ചോര കണ്ടില്ല, നീ പോയിട്ട് അത് ബാൻഡേജ് ഇടാൻ നോക്ക് എന്നിങ്ങനെ അവളോട് പറയുമ്പോൾ അവൾ അങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട്. അവൾക്കുന്നുണ്ട് മരുന്ന് വെച്ചില്ലെങ്കിൽ എങ്ങനെ ശരിയാവും, അത് നല്ല വേദന ഉണ്ടാവില്ല ആൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞാലോ ആൾ കേൾക്കില്ല, എന്നോട് ദേഷ്യപ്പെടുകയുള്ളൂ, എന്നോട് എന്താ നിന്നെ ചീത്ത പറയുള്ളൂ എന്ന് അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ റിഷ്ത തരാമേര പറഞ്ഞിട്ട് വേറൊരു അതിൻ്റെ വേർഷൻ എന്നെ പ്ലേ ആവുന്നുണ്ട്. അപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും അത് കാണുക. ഇതിൻ്റെ ലിറിക്സ് എല്ലാം സിറ്റുവേഷന് അനുസരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ എന്തായാലും ഒന്ന് എല്ലാവരും കാണുക. ഇന്നത്തെ സീനിൽ കാണിക്കുന്നത് ബോന്തിത സൗദാമിനെ വിളിച്ചിട്ട് വരികയാണ്. ത്രിലോചന അവളോട് ചോദിക്കുകയാണ് നീ ഇപ്പോൾ എന്തിനാ ഇവളെ വിളിച്ചുകൊണ്ട് വന്ന് ഇങ്ങോട്ടെന്ന് ചോദിക്കുമ്പോൾ ബോന്തിത പറയാണ് ഇവരെന്തായാലും ചെറുപ്പത്തിലത്തെ ഫ്രണ്ട്സ് അല്ലേ, അപ്പോൾ ഇവർ പറഞ്ഞാൽ എന്തായാലും കേൾക്കും, സൗദാമി ചേച്ചി പറഞ്ഞാൽ എന്തായാലും പത്തിബാബു കേൾക്കാണ്ടിരിക്കില്ല, അപ്പോൾ മരുന്ന് തേക്കും എന്നിങ്ങനെ ബോന്തിത പറയുമ്പോൾ ത്രിലോചന ആലോചിക്കുന്നുണ്ട് നിനക്കറിയില്ലല്ലോ ബോന്തിത, അവർ ശരിക്കും ചെറുപ്പത്തിൽ ഫ്രണ്ട്സ് മാത്രമല്ല, അവർ ശരിക്കും അതിലും കൂടുതലാണെന്നിങ്ങനെ ത്രിലോചന മനസ്സിലാലോചിക്കുന്നുണ്ട്. അപ്പോൾ സൗദാമിനെ അവരോട് പറയാണ് നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ പോയിട്ട് അവനോട് പറയാം മരുന്ന് തേക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്തായാലും അവൻ കേൾക്കാണ്ടിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെയുള്ള മരുന്ന് എടുത്തിട്ട് അവൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവൻ്റെ അടുത്ത് ചെന്നിട്ട് അവനോട് ആ മരുന്ന് തേക്കാൻ വേണ്ടി പറയുമ്പോൾ അവൻ പറയാണ് നീ ഇവിടുന്ന് ഞാൻ എന്തായാലും തേക്കാൻ പോകുന്നില്ല, നിനക്ക് എന്നെ അറിയില്ലേ, എൻ്റെ വാശി അറിയില്ലേ, ഞാൻ ഇത് എന്തിനാ ചെയ്യണമെന്ന് നിനക്കറിയില്ലേ, ഞാൻ എന്തായാലും തേക്കാൻ വേണ്ടി പോകുന്നില്ല പറയുമ്പോൾ സൗദാമിനി പറയാണ് നിനക്കറിയില്ലേ ഞാൻ എത്ര സങ്കടത്തിലാണെന്ന്, നിൻ്റെ വേദന എൻ്റെ വേദനയാണ്, അപ്പോൾ നീ അനുഭവിക്കുന്ന വേദന ഞാനും അനുഭവിക്കുന്നു പറഞ്ഞിട്ട് അവിടെയുള്ള ഒരു കത്തി എടുത്തിട്ട് അവൾ കൈ മുറിക്കാൻ വേണ്ടിയിട്ട് കൈമ വെക്കുമ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട് അനിരുദ്ധ ഇപ്പം തന്നെ വേണ്ട എന്ന് പറയും, നീ ഇപ്പോൾ ഇത് മേടിക്കുക, എൻ്റെ കയ്യിൽ നിന്ന് കത്തി ഇങ്ങനെ മേടിക്കുന്ന അവളിങ്ങനെ
മനസ്സിലാലോചിക്കുന്നുണ്ട്. അപ്പം തന്നെ അനിരുദ്ധ് പറയാണ് നീ കത്തിയോട് താഴെ വെക്ക്, ഞാൻ എന്തായാലും ഈ മരുന്ന് തേക്കാൻ പോകില്ല എന്ന് പറയുമ്പോൾ അവളിങ്ങനെ കരഞ്ഞിട്ട് പറയുന്നുണ്ട് ഞാൻ നിൻ്റെ ചെറുപ്പത്തിലത്തെ ഫ്രണ്ട് എന്നുള്ള നിലയിലെങ്കിലും നീ ഇത് തേക്കെന്ന് പറയുമ്പോൾ അവൻ എന്തായാലും ദേഷ്യത്തിൽ വരാണ്. നീ എനിക്ക് ഫ്രണ്ടാണ്, പിന്നെ അവർ തമ്മിലൊരു ബന്ധമില്ല എന്നുള്ള രീതിയിലാണ് അവനവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് സൗദാമിനിയാണെങ്കിൽ ആകെ സങ്കടപ്പെടുകയാണ്. അപ്പോൾ അനിരുദ്ധിൻ്റെ അച്ഛനെ കാണിക്കുന്നുണ്ട്. അനിരുദ്ധിൻ്റെ അച്ഛൻ ത്രിലോചനോട് പറയാണ് സൗദാമിനി പോയിട്ടില്ലേ, നമ്മളിനി എന്തിനാ പേടിക്കുന്നത്, അവൾ പറഞ്ഞിട്ടല്ല ശരിയാക്കിക്കോളും, അനിരുദ്ധ് എന്തായാലും അവൾ പറഞ്ഞാൽ മരുന്ന് തേച്ചോളും എന്നിങ്ങനെ അനിരുദ്ധിൻ്റെ അച്ഛൻ ത്രിലോചനോട് പറയുന്നുണ്ട്. അനിരുദ്ധത്തിന് തയ്യാറാവുന്നില്ല. അവന് സൗദാമിനിയോട് ചീത്ത പറഞ്ഞിട്ട് അവളോട് പറയാണ് അവിടുന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പറയാണ്. അപ്പോൾ അവൾ കരഞ്ഞിട്ട് ഓടുന്നുണ്ട്. എന്നിട്ട് ത്രിലോചനോടും ബിനോയോടും പറയുന്നുണ്ട് അവൻ മരുന്ന് തേക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചില്ല, ഞാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല എന്നിങ്ങനെ ത്രിലോചനോട് പറയുമ്പോൾ ത്രിലോചൻ ബിനോയോട് പറയാണ് ഞാൻ പറഞ്ഞില്ലേ ഇവളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, നീ എന്താ പറഞ്ഞേ, ഇവള് ചെന്നാൽ അവൻ എന്തായാലും തേക്കും എന്നൊക്കെ അല്ലേ നീ പറഞ്ഞത്, ഇപ്പം എന്തായി അവളെ കൊണ്ട് പറ്റിയാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സൗദാമിനിനെ നന്നായി അപമാനിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയാണ് അനിരുദ്ധിൻ്റെ നിങ്ങൾ ഇപ്പോൾ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ ഇതിൻ്റെ ഒക്കെ കാരണക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്, അവളോട് എന്തൊന്നും പറയാത്തെന്ന് പറയുമ്പോൾ ത്രിലോചന ബോധിത്തേനെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇവളെ കൊണ്ടൊന്നും പറ്റില്ല, ആകെ തർക്കുത്തരം പറയാനും പിന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും മാത്രമേ പറ്റുള്ളൂ, ഈ വീട്ടിൽ നിന്ന് വന്നേ പിന്നെ അവൾ ഇവിടെ പ്രശ്നങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നിങ്ങനെ ത്രിലോചൻ അവളെ നോക്കിയിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് ബോധിത്തോട് മരുന്ന് കെട്ടിക്കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അനിരുദ്ധിന്. അപ്പോൾ സൗദാമിനി ഇങ്ങനെ ആലോചിക്കുകയാണ് ഇതെന്തായാലും നടക്കാൻ പാടില്ല, ഇനിയിപ്പോൾ ഇവൾ പറഞ്ഞിട്ട് അവൻ എന്തായാലും മരുന്ന് തേച്ചാൽ അപ്പോൾ എൻ്റെ വില എന്തേന്ന് അവളിങ്ങനെ സൗദാമിനി ആലോചിച്ചിട്ട് പറയാണ് ത്രിലോചനോട് പറയാണ് ഞാൻ പറഞ്ഞാൽ കേൾക്കാത്ത അവന് പിന്നെ ഇവൾ പറഞ്ഞാൽ കേൾക്കുമോ, ഇല്ലല്ലോ, ഞാനാണ് അവന് വലുത്, അപ്പം ഞാൻ പറഞ്ഞിട്ട് പോലും അവൻ കേട്ടിട്ടില്ല, പിന്നെ എങ്ങനെ ഈ ബോധിത പറഞ്ഞാലും അവൻ കേൾക്കുക, പിന്നെ അവൻ എന്തേലും ബോധിതേനെ ചെയ്താലോ ബോധിതേനെ ഉപദ്രവിച്ചാലോ സൗദാമിനി പറയുന്നുണ്ട്. അപ്പോൾ ത്രിലോചൻ പറയണത് ഞാൻ നിന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഇല്ലല്ലോ, നീ മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട് നല്ല ദേഷ്യത്തിൽ അവളോട് സംസാരിക്കുന്നുണ്ട്. പറയാണ് നീ അവളുടെ ഭാര്യ ഒന്നല്ലല്ലോ, ഒരു ഭാര്യയ്ക്ക് അവളുടെ ഭർത്താവിൻ്റെ പ്രശ്നങ്ങളുടെ പരിഹാരം കാണാനുള്ള കഴിവുണ്ട്, അത് അവൾക്ക് മാത്രമേ ഉള്ളൂ, ബോധിതയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ബോധിതയോട് പറയാണ് നീ ഒരു 10 മിനിറ്റ് ഞാൻ തരും, അതിനുള്ളിൽ നീ അനിരുദ്ധിനെ കൊണ്ട് മരുന്ന് തേപ്പിക്കണം എന്ന് അവളോട് പറയുമ്പോൾ അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് തേപ്പിക്കാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ പോകുന്നുണ്ട്. എന്നിട്ട് അവൾ ആലോചിക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യുക, ആൾക്കാണെങ്കിൽ നല്ല ദേഷ്യമാണല്ലോ, ഇനിയിപ്പോൾ എന്നെ ചീത്ത പറയുകയുള്ളൂ, ഞാൻ പോയി പറഞ്ഞാൽ ആൾ അനുസരിക്കൊന്നുമില്ല എന്നിങ്ങനെ ബോധം പറഞ്ഞിട്ട് പിന്നെ ദേവിയുടെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കാനാണ് കാണിക്കുന്നത്. എന്നിട്ട് പറയാണ് ദേവിയെ ഞാനിവിടുന്ന് എനിക്ക് ഉത്തരം തരണ വരെ ഞാൻ എന്താ ചെയ്യാന്ന് ദേവി തന്നെ എനിക്ക് പറഞ്ഞു തരണം എന്നിങ്ങനെ അവൾ ദേവിയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ അവൾ പ്രാർത്ഥിച്ചിട്ട് അവിടെയുള്ള ശംഖ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അത് എടുക്കുമ്പോഴാവും അവിടെയുള്ള മഞ്ഞൾ ഇങ്ങനെ തട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മഞ്ഞൾപ്പൊടി ഇങ്ങനെ വിതറിപ്പോവാണ്. അപ്പോൾ അവളിങ്ങനെ ആലോചിക്കുകയാണ് ഇപ്പോഴാണ് എനിക്ക് മരുന്ന് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് അവൾ ദേവിയോട് ഇങ്ങനെ നന്ദിയൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് ത്രിലോചൻ വരുന്നത്. അപ്പോൾ ത്രിലോചൻ പറയാണ് നീ ഇവിടെ വന്നിരിക്കുകയാണ്, നീ ഇതുവരെ ഒന്നും നോക്കിയില്ല, അവളെ മരുന്ന് തേക്കാനുള്ള ഒന്നും നീ നോക്കിയില്ല എന്ന് പറഞ്ഞിട്ട് അവളെ ചീത്ത പറയാൻ നിൽക്കുകയാണ്. എന്നിട്ട് അവളോട് ചോദിക്കുകയാണ് നിനക്ക് അടി വേണമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയണം എന്നെ എത്ര വേണേലും അടിച്ചോ, പക്ഷേ എനിക്ക് ഈ മരുന്ന് തേക്കാൻ എന്നെ സഹായിക്കുമോ കാക്ക സസുർജി എന്നിങ്ങനെ അവൾ ഇങ്ങനെ ത്രിലോചനോട് ചോദിക്കുകയാണ്. പിന്നെ സൗദാമിനിയാണ് കാണിക്കുന്നത്. സൗദാമിനി പിന്നെ അനിരുദ്ധിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് ഞാൻ നിന്നെക്കൊണ്ട് മരുന്ന് തേപ്പിക്കും അനിരുദ്ധ എന്ന് പറഞ്ഞിട്ട് അവനോട് ഇങ്ങനെ കരഞ്ഞിട്ട് വരുന്നൊക്കെ പറയുന്നത് നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനെങ്ങനെ മനസ്സ് മാറ്റാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ വാശിയിൽ തന്നെ നിൽക്കുകയാണ്. അവനവിടെ ഇങ്ങനെ അത് ആ മുറിമൊക്കെ തന്നെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ത്രിലോചന ഇങ്ങനെ ശബ്ദം ഇടുന്നത് അയ്യോ ഇനി ഇവളുടെ ഈ പ്രശ്നത്തിന് ആരാ പരിഹാരം കാണുക, ഇവൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണ് പറഞ്ഞിട്ട് അവളിങ്ങനെ ചീത്ത പറയുന്ന രീതിയിൽ ത്രിലോചന നല്ല ശബ്ദത്തിൽ ഇങ്ങനെ ഒച്ചപ്പാടിടുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അനിരുദ്ധ് ഇങ്ങനെ അയ്യോ എൻ്റെ ഇതൊക്കെ എന്താ പറ്റി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് സൗദാമിനി കരയാണ്. അങ്ങനെ അനിരുദ്ധ അവളുടെ അടുത്ത് ഓടി ചെല്ലുമ്പോൾ കാണുക അവൾ ഒരു കുടത്തിൽ ഇങ്ങനെ കൈയിട്ടിട്ട് അതിങ്ങനെ എടുക്കാൻ കിട്ടാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. ഒപ്പം ത്രിലോചന അവളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട് എൻ്റെ അമ്മ പറയുന്നുണ്ട് എൻ്റെ മുഖം കാണാൻ നല്ല ഭംഗിയാണ്, എൻ്റെ ആൾക്കാരൊക്കെ എൻ്റെ മുഖം കണ്ടിട്ട് എൻ്റെ പിന്നാലെ വരുന്നൊക്കെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് അവൾ പറയാണ്. അപ്പോൾ ത്രിലോചന പറയുന്നുണ്ട് ആരെ പറഞ്ഞു നിൻ്റെ മുഖം കാണാൻ നല്ല ഭംഗിയാണെന്ന്, നീ ശരിക്കും ശൈത്താൻ്റെ മുഖമാണുള്ളത്, നിനക്ക് നിൻ്റെ അമ്മ പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് എൻ്റെ അമ്മ എന്നെ കുറിച്ച് നല്ലതേ പറയുള്ളൂ, എൻ്റെ അമ്മയ്ക്ക് എന്നെ നല്ല ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ ത്രിലോചനോട് പറയുന്നുണ്ട്. എന്നിട്ട് ത്രിലോചന അവളോട് ചോദിക്കുന്നുണ്ട് നീ എന്താ പ്രശ്നങ്ങൾ പിന്നാലെ പോവാണ്, അതൊന്നും പ്രശ്നങ്ങൾ നിൻ്റെ പിന്നാലെ വരികയാണെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് ഞാൻ വേണമെന്ന് വെച്ചിട്ട് ചെയ്തല്ലോ, ഈ കുടത്തിൻ്റെ ഉള്ളിൽ എൻ്റെ കൈ കുടുങ്ങിപ്പോയി എന്നിങ്ങനെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയാണ് അയ്യോ ഞാനെങ്ങനെ ചോറ് കഴിക്കുക ഫുഡ് കഴിക്കുക എനിക്ക് എൻ്റെ കൈ ഇതിൻ്റെ ഉള്ളിലായി പോയില്ല എന്ന് പറയുമ്പോൾ ത്രിലോചന അവളോട് പറയണം അപ്പോഴും ഫുഡ് ഏത് നേരം തീറ്റ എന്നുള്ളൊരു വിചാരമുള്ളൂ എന്ന് പറയുമ്പോൾ ബന്ധു ചോദിക്കുന്നുണ്ട് അപ്പോൾ കൈ ഇതിനെ വേറെ ഉപയോഗിക്കുക എന്ന് ചോദിക്കുമ്പോൾ ത്രിലോചന പറയണം കഴുത്ത് പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കും എന്നൊക്കെ ഇങ്ങനെ അവളോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ
അപ്പോൾ അനിരുദ്ധ് വന്നിട്ട് പറയാണ്, കാക്ക ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം, അവളുടെ പ്രശ്നം ഞാൻ പരിഹരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ത്രിലോചനും ബോന്തിതയും കൂടിയിട്ടുള്ള കളിയാണിത്. അപ്പോൾ ഈ ത്രിലോചൻ ചീത്ത പറഞ്ഞതൊക്കെ ബോന്തിതയും കൂടി അറിഞ്ഞിട്ടാണ്. ബോന്തിത ത്രിലോചനോട് സഹായം ചോദിച്ചില്ലേ അനിരുദ്ധിനെ മരുന്ന് തേപ്പിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ അവർ ചെയ്തത്. അപ്പോൾ അനിരുദ്ധ് ബോന്തിതയുടെ കൈയിൻ്റെ അവിടേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ബോന്തിത നിൻ്റെ വള അതിൻ്റെ ആ കുടുക്കയുടെ ഉള്ളിൽ ഇങ്ങനെ കുടുങ്ങിയിട്ടുണ്ടാവും, അതുകൊണ്ട് അത് പുറത്തെടുക്കാൻ പറ്റുന്നുണ്ടാവും, നീ മെല്ലെ ആ കൈ എടുത്ത് നോക്ക് ഇങ്ങനെ അവളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവളെന്താ കാട്ടുക, അവളിങ്ങനെ അവന് പറയുന്ന സമയത്ത് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ മഞ്ഞപ്പൊടി എടുത്തിട്ട് അവൻ്റെ കൈയും ആ മുറിയുമൊക്കെ എറിയുന്നുണ്ട്. അപ്പോൾ ആദ്യം അവനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ആദ്യം ചോദിക്കുന്നുണ്ട് അവൻ, നീ എന്ത് ഈ പണിയെ കാണിക്കണമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാണ്, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഈ മഞ്ഞപ്പൊടി ഇടുന്നത് നല്ലതാണെന്ന്, എന്തെങ്കിലുണ്ടെങ്കിൽ അതൊക്കെ വേഗം മാറും, ഇത് നല്ല മരുന്നാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴാവും അനിരുദ്ധിന് കാര്യം മനസ്സിലാവുക. അനിരുദ്ധിന് അപ്പോഴാണ് മനസ്സിലാവുക പോകുന്നത് ശരിക്കും അവൻ്റെ കൈമ മരുന്ന് ഇട്ടതാണെന്ന്. അപ്പോൾ അവനിങ്ങനെ അവളുടെ മുഖത്തൊക്കെ എന്നെങ്ങനെ നോക്കിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ത്രിലോചന ഇങ്ങനെ പറയുന്നുണ്ട്, കണ്ടില്ലേ നമ്മളുടെ വീട്ടിലേക്ക് ഒരു നല്ല മരുമോളാണ് വന്നത്, അവൾക്ക് അനിരുദ്ധിൻ്റെ ദേഷ്യവും അവൻ്റെ വാശിയും മാറ്റാൻ അവളെ കൊണ്ട് തന്നെ പറ്റുള്ളൂ, അങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു എന്നിങ്ങനെ ത്രിലോചന് നല്ല അഭിമാനത്തോടെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സൗദാമിനിക്കൊന്നും തീരെ ഇഷ്ടാവുന്നില്ല, ബിനോയ്ക്കും അത് തീരെ ഇഷ്ടാവുന്നില്ല, അവരൊക്കെ മുഖം വീർപ്പിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അനിരുദ്ധ ആലോചിക്കുന്നുണ്ട്, ഇവൾ ഇത്ര ചെറുപ്പത്തിൽ തന്നെ എത്ര സ്മാർട്ടായിട്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്, അവൾ എത്ര ചെറിയ സമയം കൊണ്ടാണ് എൻ്റെ കൈമങ്ങനെ മരുന്ന് പറ്റിയതെന്നൊക്കെ അനിരുദ്ധ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ബോന്തിതയും കുറേ അനിരുദ്ധിനോട് പറയുന്നുണ്ട്, നിങ്ങളെൻ്റെ ഭർത്താവല്ലേ, അപ്പോൾ നിങ്ങളെ നോക്കണത് എൻ്റെ കടമല്ലേ, എനിക്ക് വയ്യാണ്ടായപ്പോൾ നിങ്ങളല്ലേ എന്നെ നോക്കിയത്, പിന്നെ മുറിവുണ്ടായാൽ പിന്നെ അത് മരുന്ന് വെക്കുകയല്ലേ ചെയ്യുക, അല്ലാണ്ട് ഇങ്ങനെ ഇരിക്കാൻ പാടും വാശി കാണിക്കാൻ പാടും എന്നൊക്കെ ബോന്തിത അവനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അനിരുദ്ധ ആകെ ഇമ്പ്രസ് ആയിട്ട് അവളുടെ മുഖത്തൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കുകയാണ്. പിന്നെ ത്രിലോചന കാണിക്കുകയാണ്. ത്രിലോചന ഇങ്ങനെ കരയുന്നുണ്ട്, കണ്ണിൽ നിന്നൊക്കെ തന്നെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ബിഹാർ ചോദിക്കുകയാണ്, എന്തിനാ കരയണമെന്ന് ചോദിക്കുമ്പോൾ ത്രിലോചന പറയാണ്, എനിക്കിത് സന്തോഷ കണ്ണീരാണ്, കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വലിയ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാത്തത് ബോന്തിത ഇന്ന് ചെയ്തില്ലേ, ഞാൻ വിചാരിച്ച അവളൊരു കുസൃതിയാണ്, എപ്പോഴും തറുതല പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതാണ്, പക്ഷെ അവളെ കൊണ്ട് ഇതൊക്കെ പറ്റി, പക്ഷെ അവളുടെ ഈ പ്രശ്നം ഈ ബെഡൊക്കെ നനച്ച് വെക്കണ ഈ പ്രശ്നം ആണ് ഏറ്റവും വലിയ ഇതായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ പുറത്തുനിന്ന് ആ മഹാസ്വാമി ഇല്ലേ അന്ന് കാശിയിൽ നിന്ന് വന്നത് ആളിങ്ങനെ പറയുന്നത് എന്ത് പ്രശ്നം എന്നിങ്ങനെ പുറത്തുനിന്ന് വിളിച്ച് പറയുന്നത്. അപ്പോൾ ബിഹാരിയോട് പറയുന്നുണ്ട്, നീ പോയിട്ട് എല്ലാം ശരിയാക്ക്, ആ സ്വാമി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ത്രിലോചന ആളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ത്രിലോചനോട് ആ സ്വാമി ചോദിക്കുകയാണ്, എന്ത് പ്രശ്നം, നിങ്ങളുടെ മരുമോൾക്ക് എന്തോ പ്രശ്നം ഉണ്ടല്ലോ, നിങ്ങൾ ഡോക്ടറെ അടുത്ത് കാണിക്കാൻ പോയതൊക്കെ ഞാൻ അറിഞ്ഞു, എന്തോ പ്രശ്നമുണ്ട്, അന്ന് വന്നപ്പോഴേ എനിക്ക് തോന്നി അവൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്, എന്താ പ്രശ്നം എന്നിങ്ങനെ ത്രിലോചനോട് ചോദിക്കുമ്പോൾ ത്രിലോചന പറയുന്നതാണ്, ഒരു പ്രശ്നമില്ല, അവൾക്കൊരു പ്രശ്നമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്വാമി പറയുന്നുണ്ട്, ഇപ്പോൾ ഇനി നിങ്ങളുടെ മരുമോൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ ആ ഏകാദശിക്ക് നിങ്ങൾക്ക് ഞാൻ തന്നില്ല പൂജയുടെ വലിയ അധികാരം ഞാൻ നിങ്ങൾക്ക് തരില്ല, അത് മറ്റാർക്കെങ്കിലും കൊടുക്കുമെന്ന് പറയുമ്പോൾ ത്രിലോചന അയ്യോ സ്വാമി ഒന്നും ചെയ്യരുത്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിയിരിക്കാൻ വേണ്ടി പറയാണ്. എന്നിട്ട് അകത്തേക്ക് ആൾ കയറിയിരിക്കുമ്പോൾ ത്രിലോചൻ ബോന്തിതയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ബോന്തിതേനെ നല്ലപോലെ വസ്ത്രമൊക്കെ ധരിപ്പിച്ചിട്ട് കയ്യിലെന്താ ആ സ്വാമിക്ക് കുടിക്കാനുള്ള സാധനം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് നല്ലപോലെ സംസാരിക്കണം എന്നൊക്കെ ത്രിലോചന പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളുടെ മാനാണ്, അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, അപ്പോൾ നീ നല്ലപോലെ സംസാരിക്കണം, നിൻ്റെ ഈ പ്രശ്നം ഒരിക്കലും സ്വാമിയോട് പറയാൻ പാടില്ല എന്നൊക്കെ ത്രിലോചന ഇങ്ങനെ ബോന്തിതയ്ക്ക് ഇങ്ങനെ മെല്ലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ സമ്പൂർണ്ണനെ കാണിക്കുന്നുണ്ട്. സമ്പൂർണ്ണ ഇങ്ങനെ റൂമിലേക്ക് വരുമ്പോൾ സൗരഭ് ഇങ്ങനെ ഷർട്ട് ഇടുന്നുണ്ടാവും, അപ്പോൾ ബട്ടൺ ഊരിയിട്ടുണ്ടാവില്ല, അപ്പോൾ തലേക്ക് ഇങ്ങനെ കയറുന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അവളിങ്ങനെ പറയുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സമ്പൂർണ്ണ ഇങ്ങനെ അവൻ്റെ ഇഷ്ടങ്ങളൊക്കെ പറയുന്നുണ്ട്, അവന് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അവളിങ്ങനെ പറയുന്നത് കേട്ടിട്ട് സൗരഭ് അവളോട് ചോദിക്കുകയാണ്, ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാണ്, ഇതൊക്കെ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് അവളിങ്ങനെ പറയുമ്പോൾ അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് അവളുടെ ഉള്ളിൽ അവനുണ്ടെന്ന്, അവനെ ഇഷ്ടമാണെന്ന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോഴാണ് സമ്പൂർണ്ണക്ക് അവൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അവളിങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ അവൻ തടയുന്നൊക്കെ ഉണ്ട് അവളെ. അപ്പോൾ അങ്ങനെ ആ സീൻ അവിടെ കട്ടാവാണ്. പിന്നെ ത്രിലോചന തന്നെ കാണിക്കുന്നത്, ത്രിലോചന ബോന്തിതേനെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിക്കുകയാണ്, ഇങ്ങനെ പോകണം, ആ സ്വാമിയോട് നല്ല രീതിയിൽ പെരുമാറണം എന്നുള്ള ഉപദേശമൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോഴാണ് അവൾക്ക് അനിരുദ്ധ വരുന്നത്. അപ്പോൾ ത്രിലോചന അനിരുദ്ധ പറയാണ്, ഇത്ര കാലം ഇവളെ അശുദ്ധ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ അടുക്കളയിൽ പോലും കയറ്റിയിരുന്നില്ലല്ലോ, വെള്ളം മാറ്റിയിരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കുക, പിന്നെ വീട് മൊത്തം അടിച്ച് കഴുകുക, പിന്നെ ഇവള് എന്ത് ചെയ്താലും അതിന് കുറ്റമായിരുന്നല്ലോ പറഞ്ഞിരുന്നു, ഇപ്പോൾ ആ സ്വാമിക്ക് ഇവളുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ കൊടുക്കണമെങ്കിൽ എന്താണ് കാക്ക ഇതൊക്കെ എന്നൊക്കെ അനിരുദ്ധ കാക്കയോട് ചോദിക്കുകയാണ്, അത് ത്രിലോചനോട് ചോദിക്കുകയാണ്. അപ്പോൾ ത്രിലോചന പറയാണ്, ഇതിപ്പോൾ ഏകാദശി
ഏകാദശിയുടെ പൂജയുടെ അധികാരം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതിനൊക്കെ എത്ര പാപം ഉണ്ടെന്നറിയോ? ഞാനിതൊക്കെ എത്ര ഉപവാസം എടുക്കണം എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ എൻ്റെ ഗതികേട് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് അനിരുദ്ധിനോട് പറയുന്നുണ്ട്. 10 വർഷത്തിന് ശേഷമാണ് അവർക്ക് ഏകാദശിയുടെ പൂജയുടെ അധികാരം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ത്രിലോചൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് ത്രിലോചന് അനിരുദ്ധിനോട് പറയുന്നത്. എന്നിട്ട് ആൾ ബോധിതേനായിട്ട് ആ സ്വാമിയുടെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് സ്വാമിയുടെ അടുത്ത് ചെന്നിട്ട് സ്വാമിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ മരുമോളാണെന്ന് പറഞ്ഞിട്ട് ബോധിതയോട് പറയുന്നുണ്ട്, ഇത് നമ്മുടെ വലിയ സ്വാമിയാണ്, അപ്പോൾ ആളെ നന്നായിട്ട് ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് ത്രിലോചൻ. എന്നിട്ട് ത്രിലോചൻ പറയുന്നുണ്ട്, നീ ഡോക്ടറെ അടുത്തേക്ക് പോയില്ല അനിരുദ്ധിൻ്റെ ഒപ്പം, അത് വെറുതെ പോയതാ, നീ അറിയാണ്ട് പോയതാന്ന് സ്വാമിനോട് പറയുമ്പോൾ ആ സ്വാമി പറയാണ്, എനിക്കറിയാം അവളോട് ചോദിക്കാൻ, നീ പറഞ്ഞു തരണ്ടെന്നിങ്ങനെ അവളോട് ത്രിലോചനോട് പറയുന്നുണ്ട് ആ സ്വാമി. എന്നിട്ട് പറയാണ്, എനിക്കറിയാം സത്യം പറയിപ്പിക്കാൻ അവളെ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അവളോട് ചോദിക്കുകയാണ്, നിനക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരിനെന്ന് ബോന്തിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബോന്തിത്തെ പറയാണ്, എനിക്ക് എൻ്റെ അമ്മേനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുമ്പോൾ ആ ആൾ പറയാണ്, അപ്പോൾ നിൻ്റെ അമ്മനെ തൊട്ട് നീ സത്യം ചെയ്യ്, നീ എന്തിനാണ് ആ ഡോക്ടറെ അടുത്തേക്ക് പോയി എന്ന് നീ സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ബോന്തിത്തോട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ ബോന്തിത്ത് ആകെ പെട്ടിട്ടിരിക്കുകയാണ്. കാരണം അവളുടെ അമ്മേനെ തൊട്ടിട്ടാണ് സത്യം ചെയ്യിക്കുന്നത്. അപ്പോൾ അവൾ ആകെ പേടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വളരെ നല്ല എപ്പിസോഡ്സ് ആണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ആരും മിസ്സാക്കരുത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.